നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചന്ദ്രാപിന്നി ചാമക്കാല കടപ്പുറത്ത് ജിപ്സി മറിഞ്ഞ 9ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വാഹനമോടിച്ചയാൾ അറസ്റ്റിൽ. നാടെങ്ങും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വേല ആഘോഷത്തിന്റെ ഭാഗമായി തൃപ്പയാർ കിഴക്കേനട സരയൂ തീരത്ത് തീവ്രാനദി ആരതി നടത്തും. വാർത്തകൾ വിശദമായി. ചന്ദ്രാപിന്നി ചാമക്കാല കടപ്പുറത്ത് ജിപ്സി മറിഞ്ഞ 9ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ചാമക്കാല രാജീവ് റോഡിൽ പള്ളിത്തറ വീട്ടിൽ ഫൈസലിന്റെ മകൻ സിനാനാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 6:30 ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ വെച്ചാണ് സംഭവം. കൂട്ടുകാരനുമൊത്ത് കടപ്പുറത്ത് എത്തിയതായിരുന്നു സിനാൻ. ഈ സമയത്ത് ഒരാൾ കടപ്പുറത്ത് ജിപ്സി ഓടിക്കുന്നത് കണ്ട് ഇതിൽ കയറുകയായിരുന്നു. ജിപ്സി ഓട്ടത്തിനിടെ പെട്ടെന്ന് നിയന്ത്രണം തെറ്റി മറിഞ്ഞാണ് അപകടമുണ്ടായത്. തെറിച്ചു വീണ സിനാൻ വാഹനത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ പുറത്തെടുത്ത് ഇതേ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിനാൻ മരിച്ചിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനും ചെറിയ പരിക്കുണ്ട്. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിനാൻ. ചന്ദ്രാപിന്നി ഹൈസ്കൂളിലെ സ്മൃതി 86 ബാച്ച് 6ാം വാർഷികാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് മണപ്പുറം മാക്കേറിന്റെ സഹകരണത്തോടെ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വിശ്വാമംഗളൻ അധ്യക്ഷനായി. ഡോക്ടർ ഖാലിദ, രാജേഷ് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് VK കുമാരൻ ഹാളിൽ കുടുംബ സംഗമം, വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സമൂഹത്തിനോടുള്ളൊരു പ്രതിബദ്ധതയാണ് സത്യത്തിൽ ഈ കാണിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 86-ലെ ഏകദേശം വിദ്യാർത്ഥികൾ എനിക്ക് തോന്നുന്നു ഒരു 150ഓളം വിദ്യാർത്ഥികളുണ്ടാവും അല്ലേ വിഷയം. അപ്പോൾ ഒരു 86 ബാച്ചിലുള്ള ഒരു 150 വിദ്യാർത്ഥി പഴയ സുഹൃത്തുക്കളൊക്കെ കൂട്ടി അവരെ കുടുംബാംഗങ്ങളൊക്കെ കൂട്ടിയിട്ട് അവർക്ക് ആർമാദിച്ച് അടിച്ചു പൊളിച്ച് ഒരു ഫംഗ്ഷൻ നടത്തി പിരിഞ്ഞാൽ മതി. അതിന് പകരം കഴിഞ്ഞ 4 വർഷമായിട്ട് വിശ്വമംഗളൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആരാധനയും വിശ്വമംഗളുടെയും ഉദയൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള സ്മൃതി 86 കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ നാട്ടിലെ വിവിധ തരം അസുഖമുള്ള ആളുകൾക്കും അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കൊക്കെ ഒരു ചെറിയ പരിധി വരെ ആശ്വാസം, ചെറിയ പരിധി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ തന്നെ ഈ മറ്റേ കണ്ണിൻ്റെ പരിശോധനയൊക്കെ നടത്തി അവിടെ നിന്ന് വളരെ സൗജന്യമായിട്ടാണ് ഈ തിമിര ശസ്ത്രക്രിയയൊക്കെ നടത്തി കൊടുക്കുന്നത്. ചാമക്കാല നഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷിക സമ്മേളനത്തിന് സമാപനമായി. നഹ്ജ് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരന്ന ഘോഷയാത്രയോടെ സനദ്ദാന സമ്മേളനം ആരംഭിച്ചു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനവും നഹ്ജിലെ 10 വർഷം പഠനം പൂർത്തീകരിച്ചവർക്കുള്ള സനദ്ദാന കർമ്മവും നിർവഹിച്ചു. നഹ്ജുർ ഷാദ് വൈസ് ചെയർമാൻ VA ഹസൻ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നഹ്ജുർ റഷാദ് പ്രസിഡന്റ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സനദ്ദാന പ്രഭാഷണം നടത്തി. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി മുഖ്യപ്രഭാഷകനായി. അൻവർ മുഹിയുദ്ദീൻ ഹുദവി, നഹ്ജുർ റഷാദ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ P മുഹമ്മദ് ഖാസിം, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, PI സഫീർ അലി ഇസ്മായിൽ, PB അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ MA നൌഷാദ ബാഖവി ചെറിയൻകീഴ മുഖ്യപ്രഭാഷണം നടത്തി. താന്യം സെയിന്റ് പീറ്റേഴ്സ് പള്ളി, നാട്ടിക സെയിന്റ് ജൂഡ് ചർച്ച് എന്നിവിടങ്ങളിലെ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ കരോൾ ഗാനമത്സരം നടത്തി. 8 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ സെയിന്റ് ജോസഫ് ചർച്ച് കുരിയച്ചിറ 1ാം സ്ഥാനവും, സെയിന്റ് തോമസ് ചർച്ച് ഏങ്ങണ്ടിയൂർ 2ാം സ്ഥാനവും, സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വലപ്പാട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പരിപാടികൾക്ക് ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി, ഡിക്സൺ KJ, ജോളി ബെന്നി, റോബിൻസൺ CJ എന്നിവർ നേതൃത്വം നൽകി. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ക്രിസ്തു ജയന്തി 2025 മഹാജൂബിലി സമാപന സമ്മേളനം നടത്തി. മെൽബൺ രൂപതയുടെ മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ 17 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കരോൾ മത്സരം ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെ ഭാഗമായി ഓരോ കുടുംബവും 4 അധ്യായം വീതം പകർത്തിയെഴുതിയ സമ്പൂർണ്ണ ബൈബിൾ ജൂബിലി സ്മാരകമായി സമർപ്പിച്ചു.
തുടർന്ന് ജൂബിലി വർഷ പ്രാർത്ഥനയും ഇടവകയിൽ സേവനമനുഷ്ഠിച്ച എല്ലാ കൈക്കാരന്മാരെയും ആദരിക്കുകയും ചെയ്തു. ദീർഘനാൾ കൈക്കാരനായ KP ആന്റണിയെയും തൃശൂർ അതിരൂപതാ തലത്തിൽ നടത്തിയ ലോഗോസ് ക്വിസ് മത്സരത്തിൽ സമ്മാനാർഹരായവരെയും തൃശൂർ അതിരൂപതയിലെ മോഡൽ യൂണിറ്റുകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പഴുവിൽ ഇടവക സീനിയർ CLC സംഘടനയെയും ഇടവകയിലെ വലിയ കുടുംബങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. 10 ലക്ഷം രൂപയുടെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇടവക തലത്തിൽ നടത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, KP ആന്റണി, പ്രോഗ്രാം കൺവീനർ MK തോമസ് എന്നിവർ സംസാരിച്ചു. ഇടവേള. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ 24 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ മാറ്റുരയ്ക്കുന്ന ആഘോഷദിന രാത്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. ഡിസംബർ 29 തീയതി വൈകിട്ട് 7 മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒരേ വേദിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ്. ഡിസംബർ 30 വൈകിട്ട് 7 മണിക്ക് ആരാധകർക്ക് ആവേശമായ, കാണികൾക്ക് ഹരമായ, ജൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ 30 വൈകിട്ട് 7 മണിക്ക്. ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8 തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ, അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നീ ദൃശ്യവാദ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി 10 മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുത വാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും. ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിലയിൽ താളവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മഠത്തിൽ വരവ് മേളത്തിന് നെടുംനായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടി സേവിക്കുന്നു. കൂടെ തിറയാട്ടവും ശിങ്കാരിക്കാവടിയും ശിങ്കാരിമേളവും. തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 3 ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദ്യ കലാരൂപങ്ങളും അരങ്ങേറുന്നു. ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. രൂപക്കള ദർശനം പരമപുണ്യം, രൂപക്കള സ്പർശനം പാപമോചനം, രൂപക്കള സമർപ്പണം ത്രികാലദോഷമോചനം. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തളികുളം വല്ലത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തിസാന്ദ്രമായി. അഭിഷേകം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. തുടർന്ന് വൈകിട്ട് 3 ഗജവീരന്മാരെ അണിനിരത്തിയുള്ള എഴുന്നള്ളിപ്പ് പൂരം നടന്നു. മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ തിടമ്പേറ്റി. പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും മേളവും അരങ്ങേറി. ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പണവും ശേഷം ദീപാരാധന, വർണ്ണമഴ എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് വി രാജൻ, സെക്രട്ടറി വി ബാബു, ഖജാൻജി വി ശശീന്ദ്രൻ, രക്ഷാധികാരി സോമസുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാടിന്റെ ഗ്രാമവീഥിയിലൂടെ KGM സ്കൂളിലെ 200ഓളം കുട്ടി ക്രിസ്മസ് പാപ്പകളും ചുവന്ന വേഷമണിഞ്ഞ 500ഓളം വിദ്യാർത്ഥികളും കരോൾ ഗാനങ്ങളും ആട്ടവും പാട്ടവുമായി സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി. 100ഓളം കുട്ടികളെ അണിനിരത്തിയുള്ള ക്രിസ്മസ് ഡാൻസ് ഏവരെയും ആവേശഭരിതരാക്കി. ചുവന്ന കുപ്പായവും തൊപ്പിയും അണിഞ്ഞ് റെയിൻഡിയറുകൾ വലിക്കുന്ന തെന്നുന്ന വണ്ടിയിൽ പുഞ്ചിരിയോടെ കുട്ടി സാന്താക്ലോസ് ഏവരെയും സ്വാഗതം ചെയ്തു. 400ഓളം വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കടലാസ് നക്ഷത്രങ്ങൾ വിദ്യാലയത്തിന്റെ വരാന്തയിലും മുറ്റത്തും കെട്ടിയ കമ്പികളിൽ തൂക്കിയിട്ടു. മുറ്റത്തെ ഏറുമാടത്തിനരികിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ക്രിസ്മസ് ട്രീയും പടുകൂറ്റൻ സാന്താക്ലോസ് പ്രതിമയും കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കൗതുകമുണർത്തി. വാർഡ് മെമ്പർ CK കൃഷ്ണകുമാർ കേക്ക് മുറിച്ച് വിദ്യാലയത്തിലെ പ്രായം കുറഞ്ഞ കുട്ടി ദേവികയ്ക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിയോ P. ജോർജ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് അധ്യാപകരായ സ്മിത ടീച്ചർ, റീജ ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായി. പ്രധാനാധ്യാപകൻ ജോഷി D. കൊള്ളന്നൂർ, PTA വൈസ് പ്രസിഡന്റ് അജീഷ അൻവർ, MPTA പ്രസിഡന്റ് സൗമ്യ TM, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, MPTA അംഗങ്ങൾ, പ്രോഗ്രാം കോർഡിനേറ്റർ റിജി NJ, അനീന KJ എന്നിവർ നേതൃത്വം നൽകി. ജനപ്രതിനിധിയായി ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന പരിപാടി സ്കൂളിലെ ഈ മനോഹരമായ നന്മ നിറഞ്ഞ പരിപാടിയാണ് എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം പകരുന്നുണ്ട്. തുടർന്ന് ഇതുപോലെ ആകട്ടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അതിനുള്ള ഒരു തുടക്കമാകട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ അവധി ദിനം ആഘോഷിക്കുന്ന ഒരു വേള മാത്രമല്ല എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അന്തിക്കാട് KGM LP സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ്. അന്നത്തെ സ്കൂളും സ്കൂളും തമ്മിലുള്ള വലിയ വ്യത്യാസം ഞാൻ കിട്ടാവുന്ന എല്ലാ വേദിയിലും അഭിമാനത്തോടെ
പോണല്ലൂർ ദേശവിളക്ക് മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ. രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ ഭക്ത പരിപാലന സമിതി പ്രസിഡന്റ് സെൻ കല്ലാറ്റ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CS വസന്തൻ, ട്രഷറർ PK വിശ്വനാഥൻ, വൈസ് പ്രസിഡന്റ് VS ഷനിൽ, ജോയിന്റ് സെക്രട്ടറി KS ശ്രീലാൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാവ്യ പ്രശോഭ്, PR അംബികേശൻ, PS രാജഗോപാൽ, ജനാർദ്ദനൻ മണ്ണുമ്മൽ, VG രാധാകൃഷ്ണൻ, സ്മിജി ബിനോജ്, കമ്മിറ്റി അംഗങ്ങളായ ഷൈജു അംബികേശൻ, VK ഷൺമുഖൻ, CR ഷിനോജ്, മണികണ്ഠൻ വല്ലത്തുപറമ്പിൽ, KB ഷാജി, VR ശരത് എന്നിവർ സംസാരിച്ചു. രീതിയിൽ ഈ ചടങ്ങുകളെ പരിപോഷിപ്പിക്കാനും ഭംഗിയായിട്ട് കൊണ്ടുനടത്താനും ഈ സമിതിക്ക് കഴിയുന്നു എന്ന് പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗം തന്നെയായിട്ടാണ് കാണുന്നത്. ഒരു ദൈവിക സ്പർശമുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സും ശരീരവും അതിലർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഇപ്പം സ്വാമിയുടെ തത്വമസി എന്ന് പറയുന്ന ഞാനും നീ ഒന്നാണെന്നുള്ളൊരു സങ്കല്പം എന്നിൽ തന്നെയാണ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിന്ന് വേറൊരു വ്യക്തിയല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവികമായിട്ടുള്ള പരിവേഷം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഈ മഹനീയമായിട്ടുള്ള വേദിയിൽ അത് പ്രകൃതിയും കൂടി അനുഗ്രഹിച്ച് നൽകുന്ന ഒരു പ്രത്യേക സമയമാണ് കാലഘട്ടം. കാഞ്ഞാണി സെന്റ് തോമസ് UP സ്കൂളിലെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. സ്കൂൾ മാനേജർ BC വർഗീസ്, തൃശൂർ വെസ്റ്റ് AEO PJ ബിജു, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് മണലൂർ ഗോപിനാഥ്, റിട്ടയർഡ് പ്രധാനാധ്യാപിക നിസ ടീച്ചർ, OSA പ്രസിഡന്റ് ജനാർദ്ദനൻ മണ്ണുമ്മൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാവ്യ പ്രശോഭ്, സിനി ആർട്ടിസ്റ്റും ഫിലിം ഡയറക്ടറുമായ സുരേഷ് വാഴപ്പള്ളി, PTA പ്രസിഡന്റ് അനു സുധീഷ്, KK സിജി, KB ജയറാം, KK ബാബു, MB അരുൺ, VG രാധാകൃഷ്ണൻ, S കുമാർ അന്തിക്കാട്, ശാന്തകുമാർ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CG മോഹൻദാസ്, PT ജോൺസൺ, ടോണി അത്താണിക്കൽ, KV വിനോദൻ, ഷീബ സന്തോഷ്, KV ഡേവിസ് എന്നിവർ സംസാരിച്ചു. ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന എവിടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലാണ്. പൊതുവിദ്യാഭ്യാസ മേഖല സർക്കാർ സ്കൂളുകളും ഇതുപോലുള്ള എയ്ഡഡ് സ്കൂളുകളും കൂടി ചേർന്നതാണ്. ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം 2014 ഗവൺമെൻറ് വരുമ്പോൾ ആയിരക്കണക്കിന് സ്കൂളുകൾ എക്കണോമിക് എന്ന് പറഞ്ഞ അടച്ചുപൂട്ടൽ ഭീഷണിയായിരുന്നു. സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ വളരെയേറെ മെച്ചപ്പെട്ടു. അത് പല മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വന്ന ആ മാറ്റത്തിൻ്റെ ഭാഗമായി 10 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ആവേശകരമായ കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ,
ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപ്രയ. വാർത്തകൾ തുടരുന്നു. ചന്ദ്രാപിനി ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ കാർ മറിഞ്ഞ വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവത്തിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി സദ്ദാം എന്നറിയപ്പെടുന്ന ഷജീറാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ വെച്ച് സാഹസിക യാത്ര നടത്തുന്നതിനിടയിൽ അറപ്പപ്പൊഴിയുടെ സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ടുമറിഞ്ഞ ജിപ്സി വാഹനത്തിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ചാമക്കാല സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സിനാനാണ് മരിച്ചത്. ബീച്ചിലൂടെ ജിപ്സി ഓടിച്ചു വന്ന ഇയാൾ ബീച്ചിൽ കളിച്ചുകൊണ്ടിരുന്ന സിനാനെയും കൂട്ടുകാരെയും വാഹനത്തിൽ കയറ്റുകയായിരുന്നു. അറപ്പപ്പൊഴിയുടെ സമീപത്ത് വെച്ച് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് സിനാൻ മരിച്ചത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI-മാരായ ഋഷി പ്രസാദ് TV, ജയകുമാർ, GSI ജെയ്സൺ, CPO-മാരായ ആന്റണി, ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. 15ാമത് വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ കുടുംബസംഗമം നടന്നു. വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ ക്ഷേത്ര ഹാളിൽ നടന്ന കുടുംബസംഗമം ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അച്ഛന് വേണ്ടിയിട്ട് അച്ഛനാണ് എൻ്റെ ആദ്യമായിട്ടാവുന്ന കലാകാരനാവും, സിനിമാതാവുന്നൊക്കെ എന്നോട് പറഞ്ഞു. ഒരു സാമ്പത്തിക സഹായത്തിന് അതുപോലത്തെ അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാളായിരുന്നു. അങ്ങനെ നല്ലൊരു കലാകാരൻ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ അവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മാറ്റമില്ല. ഏതായാലും പിന്നെ ഇവിടെ പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സുഹാസൻ നമ്മളൊരു നല്ലൊരു കുടുംബിനിയാണ്, നല്ലൊരു അധ്യാപികയാണ്, നല്ലൊരു പ്രാസംഗികയാണ്. അരയമ്പറമ്പിൽ ക്ഷേത്രം രക്ഷാധികാരിയും മെഡിമിക്സ് ഗ്രൂപ്പ് ചെയർമാൻ AV അനൂപ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, ചെയർമാൻ AP ഗിരിജാശങ്കർ, ക്ഷേത്രം സെക്രട്ടറി AB രാജീവ്, AS ചന്ദ്രദാസ്, ഡോക്ടർ AR വിനയകുമാർ, AK കലാധരൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ PS രോഹിത് തിരക്കഥാകൃത്തും സംവിധായകനുമായ റെജിൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ വിജയികളായവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. നാട്ടിക ചേർക്കരദേശം പൗര സമിതിയുടെ വാർഷിക പൊതുയോഗവും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും നടന്നു. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി വാടനപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസർ സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് വേണുരാജ് അധ്യക്ഷനായിരുന്നു. ട്രഷറർ പ്രഭാതചന്ദ്രൻ, സമിതി സെക്രട്ടറി ഷാനൽ CR, കോർഡിനേറ്റർ ENK ജ്ഞാനം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 7ാം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ ധ്യാൻജിത്തിനെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. തിരഞ്ഞെടുത്തവർക്ക് ചികിത്സാ സഹായവും പഠന സഹായവും നൽകി. തുടർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പൊതുയോഗത്തിന് ശേഷം തൃശൂർ ആര്യ ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നേത്ര പരിശോധന ക്യാമ്പ് നടന്നു. മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും പുതുവത്സര സമ്മാനം നൽകി. ലഹരി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ചും യുവതീ-യുവാക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടത്. പ്രത്യേകിച്ചും ലഹരി മൂലം പലതരത്തിലുള്ള ലഹരിയുണ്ട്. ഈ പലതരത്തിലുള്ള ലഹരിയിൽ നമ്മൾ അറിയാതെ ചെന്നപ്പെടുന്ന ഒരു ലഹരിയാണ് മദ്യവും മയക്കുമരുന്നും. നമുക്കൊരുപാട് ലഹരിയില്ലേ. കുട്ടമ്മമാർക്ക് പാചകം ചെയ്യാൻ ലഹരിയുണ്ട്, തുണി നനയ്ക്കാൻ ലഹരിയുണ്ട്, പാചകം പഠിക്കാൻ ലഹരിയുണ്ട്. ഇതൊക്കെ ഒരു ലഹരിയാണ്. ഈ ലഹരിക്കിടയിൽ അറിയാതെ ബന്ധപ്പെടുന്നതാണ്. 2 ദിവസത്തിന് മുമ്പേ നിങ്ങൾ പത്രമെടുത്ത് വായിച്ചു കാണും. ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തൻ്റെ സുഹൃത്തുമായിട്ട് പുറത്തുപോയി അവസാനം ആ പെൺകുട്ടിയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊന്ന വാർത്ത നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചു കാണും. കേന്ദ്ര സർക്കാരിന്റെ വർദ്ധിത വീര്യത്തിലുള്ള തൊഴിലാളി ദ്രോഹ നടപടികൾ രാജ്യത്തെ തൊഴിലാളികളെ വീണ്ടുമൊരു പൊതുപണിമുടക്കിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണെന്ന് CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് പറഞ്ഞു.
KSTA ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ട്രേഡ് യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിലർ അതിനോട് പറഞ്ഞതുപോലെ ഈ പണം കൊണ്ട് ലുലു മാളിലേക്ക് പോകില്ലല്ലോ അവരാരും. നാട്ടിലെ സാധാരണ കടകളിൽ നിന്ന് സാധാരണ കച്ചവടത്തെയാണ് ഇവരുടെ വരുമാനം ഉത്തേജിപ്പിച്ചത്. നാട്ടിലെ സാധാരണ സേവന മേഖലകളിലേക്ക് ഈ പണം നേരിട്ട് തന്നെ ചെല്ലുന്നു. ഇവിടെ കേരളത്തിൽ പ്രത്യേക ക്ഷേമ പദ്ധതി ഉണ്ടാക്കി മറ്റു തൊഴിൽ മേഖലകളെ പോലെ ഒരു തൊഴിൽ മേഖലയായി ഈ തൊഴിലുറപ്പിനെ അംഗീകരിച്ചത്. ഇപ്പോൾ ഗവൺമെന്റ് വരുത്തുന്ന മാറ്റത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയല്ലാതെയായി മാറുന്നു ഈ പദ്ധതി. മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ പോലെ 60-40 റേഷ്യോ 60% കേന്ദ്രം 40% സംസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ ബജറ്റിനെ അടിസ്ഥാനപ്പെടുത്തി പണമുണ്ടെങ്കിൽ തരുന്ന പദ്ധതിയായി. ജില്ലാ പ്രസിഡന്റ് K. പ്രമോദ് അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലിജോ ലൂയിസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഫെർഡി KB എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി പ്രമോദ് K, സെക്രട്ടറിയായി സാജൻ ഇഗ്നേഷ്യസ്, ട്രഷറർ T. വിനോദിനി എന്നിവരെ തെരഞ്ഞെടുത്തു. തൃപ്യാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വേലാഘോഷത്തിന്റെ ഭാഗമായി തൃപ്യാർ കിഴക്കേനട സരയൂ തീരത്ത് തീവ്രാനദി ആരതി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വർഷവും ധനു 10-നാണ് തൃപ്യാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വേലാഘോഷം നടക്കുന്നത്. തൃപ്യാർ തേവരും ഉപദേവനായ ശ്രീധർമ്മശാസ്താവും എഴുന്നള്ളുന്ന ഒരു വർഷത്തിലെ 2 സന്ദർഭങ്ങളിൽ ഒന്നാണിത്. വേലയുടെ ഭാഗമായുള്ള എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത് തൃപ്യാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ കരയിലുള്ള എരകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ്. വൈകിട്ട് ഗജവീരന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെയാണ് കിഴക്കേ നടയിലെ അമ്പലക്കടവിലേക്ക് ഘോഷയാത്ര നടക്കുന്നത്. എഴുന്നള്ളിപ്പ് കിഴക്കേ നടയിൽ അവസാനിച്ചതിനു ശേഷം പട്ടുകുട, ആലവട്ടം, വെൺചാമരം, വാദ്യങ്ങൾ, ശംഖനാദം, കത്തിച്ച പൂത്തിരി, മത്താപ്പ് എന്നിവയുമായി ആളുകൾ ആഹ്ലാദത്തോടെ പ്രത്യേകം തയ്യാറാക്കിയ ചങ്ങാടത്തിൽ കയറുന്നു. തുടർന്ന് ചങ്ങാടം തുഴഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ചെമപ്പള്ളിയിലെ കൂട്ടാല കുടുംബത്തിനാണ് ചങ്ങാടം തയ്യാറാക്കുന്നതിനുള്ള ചുമതല. ചങ്ങാടം ക്ഷേത്രത്തിന്റെ മീനൂട്ടുകടവിലെത്തുമ്പോൾ കിഴക്കേ നടപ്പുരയിൽ 2 ഗജവീരന്മാരുടെ പുറത്തേറി തേവരും ശ്രീ ധർമ്മശാസ്താവും വേലവരവിനെ എതിരേൽക്കുന്നു. തുടർന്ന് ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം നടത്തുന്നതോടെ വേലവരവ് ചടങ്ങ് അവസാനിക്കും. മുൻ ശബരിമല മേൽശാന്തി അഴകമുണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് നദീപൂജ നിർവഹിക്കുന്നത്. പറവൂർ സത്യാനന്ദാശ്രമത്തിലെ സ്വാമി ഗുരു ദാസാനന്ദ സരസ്വതി, പെരിങ്ങോട്ടുകര സീതാശ്രമത്തിലെ മുനി പരമസാര ബിന്ദു, കൊച്ചി ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ, തൃപ്പയാർ ക്ഷേത്ര മാനേജർ മനോജ് K. നായർ, ആവണങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ, കാനാടി കുട്ടിച്ചാത്തൻകാവിലെ വിഷ്ണു ഭാരതീയ സ്വാമികൾ, പെരിങ്ങോട്ടുകര ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരൻ, കാളിമലർക്കാവ് ക്ഷേത്രപാലകൻ VR ശിവദാസൻ, വേഷമിട്ട പ്രണയ പ്രശാന്ത്, താന്യം പഞ്ചായത്ത് അംഗങ്ങളായ NA പീതാംബരൻ, ശ്രീകേഷ് S. ചന്ദ്രൻ, രാംപ്രസ്ഥാൻ സംസ്ഥാന സെക്രട്ടറിയും രാമായണ സത്രാചാര്യനുമായ PK അനീഷ് എന്നിവർ തീവ്രാനദി ആരതിക്ക് നേതൃത്വം നൽകും. ആധ്യാത്മിക പ്രഭാഷകനും ഗ്രന്ഥകാരനുമായ K. അരവിന്ദാക്ഷൻ മാസ്റ്റർ തീവ്രാനദി ആരതി സന്ദേശം നൽകും. ക്ഷേത്രം ഊരാളൻ ഡോക്ടർ PR ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, സംഘാടകരായ ദിവാസ് ആലക്കൽ, K. ദിനേശ് രാജ, നോമി കൃഷ്ണ, ലീല കൂട്ടുമാക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തത്വചിന്തകളുടെ കൂട്ടിലകപ്പെട്ട് കിടന്നിരുന്ന മലയാള കവിതയെ സ്വതന്ത്ര വിഹായസിലേക്ക് തുറന്നുവിട്ട കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെന്ന് സാഹിത്യ നിരൂപകൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് അഭിപ്രായപ്പെട്ടു. സീതാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ കാവ്യനർത്തനം എന്ന പേരിൽ സംഘടിപ്പിച്ച ചങ്ങമ്പുഴ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്തോഷകരമായിട്ട് ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന് ഏത് ആനന്ദം കൊണ്ടും. അതുകൊണ്ട് സാഹിത്യത്തെ പറ്റി പറയും ബ്രഹ്മാനന്ദ സഹോദരം ആനന്ദം, അങ്ങനെയാ പറയുന്നത്. ബ്രഹ്മാനന്ദത്തിന് എന്ത് കുന്താ നമുക്ക് മനസ്സിലാവുക. എന്നെ മാഷ് പഠിപ്പിച്ചു തന്നപ്പോ മാഷയുടെ മാഷ മുഖത്ത് ശുണ്ടിയുടെ ഒരാളാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുക വയ്യ, അതുകൊണ്ട് ചോദിച്ചില്ല. മാഷെ എന്താ ഈ ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദം എന്നല്ല പറയണേ, ബ്രഹ്മാനന്ദ സഹോദരമാനന്ദം. ഇതാണ് സാഹിത്യത്തിന്റെ കേന്ദ്രമായ കാര്യം.
കവി കെ ദിനേശ് രാജ അധ്യക്ഷത വഹിച്ചു. സീതാശ്രമം സ്ഥാപകൻ മുനി പരമസാര ബിന്ദു അനുഗ്രഹ പ്രഭാഷണം നടത്തി. അംബുജാക്ഷി സീതാപൂജ നടത്തി. നാട്ടിക ശ്രീനാരായണ കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ VS റെജി മുഖ്യ പ്രഭാഷണം നടത്തി. കവയത്രി നോമി കൃഷ്ണയെ മുനി പരമസാര ബിന്ദു ചടങ്ങിൽ അനുമോദിച്ചു. തന്ത്ര നിരീക്ഷകൻ അഡ്വക്കേറ്റ് സുമേഷ് മോഹൻ, സംഗീത സംവിധായകൻ വിനോദ് വളപ്പിൽ, EP ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ഗീത മേലെഴുത്ത് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയെ ആസ്പദമാക്കി അവതരിപ്പിച്ച നൃത്തശില്പം, ഗായകൻ രവീന്ദ്രൻ ആനേശ്വരത്തിന്റെ നേതൃത്വത്തിൽ സീത സ്മൃതിലയം ഗായക സംഘം അവതരിപ്പിച്ച സംഗീത വിരുന്ന് എന്നിവയും നടന്നു. ദിനേശ് രാജ രമണൻ ആട്ടക്കഥയിൽ നിന്നുമുള്ള കഥകളി സംഗീതം ആലപിച്ചു. മുനി പരമസാര ബിന്ദു, സനു അശോക്, അരുണൻ, വിനോദ് വളപ്പിൽ, ദേവിക എന്നിവർ ചങ്ങമ്പുഴ കവിതകൾ ആലപിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ജൈവ ഗ്രാമം പദ്ധതി പ്രകാരം വാർഡിൽ സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പച്ചക്കറി തൈകളുടെ വിതരണം ചലച്ചിത്രതാരം സിദ്ധരാജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PM സിദ്ദീഖ അധ്യക്ഷത വഹിച്ചു. ശ്രീദേവി സദാനന്ദൻ, സരോജിനി പേരോത്ത്, ഗീതാഞ്ജലി തിലകൻ, സത്യഭാമ രാമൻ, പ്രമീള പൂക്കാട്ട്, കാഞ്ചന ജയൻ, ഹംസ, സുബ്രഹ്മണ്യൻ മന്ത്ര, ജുനൈദ്, മുസ്ലിയാം വീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തക്കാളി, പച്ചമുളക്, വെണ്ട, വഴുതിന, കുറ്റിപ്പയർ അടങ്ങിയ 7000 തൈകൾ വിതരണം ചെയ്തു. നമ്മുടെ 4-ാം വാർഡിലെ ഇപ്പം ജയിച്ചു എന്നുള്ള മെമ്പറുടെ ആദ്യത്തെ കന്നി സംരംഭണം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. താന്യം പഞ്ചായത്തിൽ കാട്ടൂർ സബ് രജിസ്ട്രാർ MR സിജിൽ വരണാധികാരിയായിരുന്നു. PR സുരേന്ദ്രനാഥ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വടനപ്പള്ളി നടുവിൽക്കര ആലത്തി കൊച്ചുമോൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഭാര്യ ലളിത, മക്കൾ ശ്രീജിത്ത്, ശ്രീരാജ്, മരുമക്കൾ ലിഷ, നീതു. സംസ്കാര കർമ്മം വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രാപിന്നി ചാമക്കാല കടപ്പുറത്ത് ജിപ്സി മറിഞ്ഞ 9-ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വാഹനമോടിച്ചയാൾ അറസ്റ്റിൽ. നാടകം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വേല ആഘോഷത്തിന്റെ ഭാഗമായി തൃപ്പയാർ കിഴക്കേനട സരയൂ തീരത്ത് തീവ്രാനദി ആരതി നടത്തും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.